ജന്മദിനം വൈക്കം മുഹമ്മദ് ബഷീർ. മകരം 8-ാം തീയതി. ഇന്ന് എൻ്റെ ജന്മദിനമാണ്. പതിവിന് വിപരീതമായി വെളുപ്പിനെ ഞാൻ എണീറ്റ് കുളി മുതലായവയൊക്കെ കഴിച്ചു. ഇന്നേക്ക് കരുതി വച്ചിരുന്ന വെള്ള ഖദർ ഷർട്ടും വെള്ള ഖദർ മുണ്ടും വെള്ള ക്യാൻവാസ് ഷൂവും ധരിച്ച് മുറിയിൽ എൻ്റെ ചാരുകസേരയിൽ വേവുന്ന ഹൃദയത്തോടെ ഞാൻ മലർന്നു കിടക്കുകയായിരുന്നു. എന്നെ വെളുപ്പിനെ കണ്ടതിനാൽ എൻ്റെ മുറിയുടെ അടുത്ത് വലിയ നിലയിൽ കഴിഞ്ഞുകൂടുന്ന BA വിദ്യാർത്ഥി മാത്യുവിന് വലിയ അത്ഭുതം തോന്നി. അദ്ദേഹം മന്ദഹാസത്തോടെ എനിക്ക് പ്രഭാതവന്ദനം നൽകി. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ പറഞ്ഞു, യെസ്, ഗുഡ് മോർണിംഗ്. അദ്ദേഹം ചോദിച്ചു, എന്താ ഇന്ന് പതിവില്ലാത്തതുപോലെ വെളുപ്പിനെ പലയിടത്തും പോകുന്നുണ്ടോ? ഓ, ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, ഇന്നെൻ്റെ ജന്മദിനമാണ്. യുവർ ബർത്ത്ഡേ? യെസ്. I wish you many happy returns of the day. Thank you. മാത്യു കയ്യിലിരുന്ന ബ്രഷ് കടിച്ചു പിടിച്ചുകൊണ്ട് കുളിമുറിയിലേക്ക് പോയി. അങ്ങുമിങ്ങുമായി കൂക്കിവിളി, ബഹളം, ഇടയ്ക്ക് ശൃംഗാരഗാനങ്ങൾ. വിദ്യാർത്ഥികളും ക്ലർക്കന്മാരുമാണ്. വല്ലവർക്കും വല്ല അല്ലലുമുണ്ടോ? ജീവിതം ഉല്ലാസകരം. ഞാനൊരു ചെറിയ ചായയ്ക്ക് എന്തു വഴി എന്ന് ആലോചിക്കുകയായിരുന്നു. ഉച്ചയ്ക്കുള്ള ഊണിൻ്റെ കാര്യം ഉറച്ചിട്ടുണ്ടായിരുന്നു. അകാരണമായി ഹമീദ് എന്നെ ഉണ്ണാൻ ക്ഷണിച്ചു. ഇന്നലെ ഞാൻ ബസാറിലൂടെ പോകുമ്പോൾ അദ്ദേഹം ചെറിയൊരു കവിയും വലിയൊരു ധനികനുമാണ്. ഏതായാലും ഉച്ചവരെ ചായ കുടിക്കാതിരിക്കാൻ വിഷമം. ഒരു ചൂട് ചായയ്ക്ക് എന്തു വഴി? മാത്യുവിൻ്റെ വേലക്കാരൻ വൃദ്ധൻ മാത്യുവിന് ചായ ഉണ്ടാക്കുന്ന ജോലിയിൽ വ്യാപൃതനായിരിക്കുകയാണെന്നുള്ള സംഗതി എൻ്റെ മുറിയിലിരുന്ന് ഞാൻ ഗ്രഹിച്ചു. അതിന് കാരണം എൻ്റെ മുറി മാത്യുവിൻ്റെ അടുക്കളയുടെ സ്റ്റോർ മുറിയാണ്. മാസത്തിൽ 8 അണയ്ക്ക് വീട്ടുടമസ്ഥനാണ് അതെനിക്ക് വാടകയ്ക്ക് തന്നത്. കെട്ടിടത്തിലെ മോശപ്പെട്ട ഏറ്റവും ചെറിയ മുറി. അതിൽ എൻ്റെ ചാരുകസേര, മേശ, ഷെൽഫ്, കിടക്ക, ഇത്രയും കഴിച്ചാൽ പിന്നെ ശ്വാസം കഴിക്കാൻ ഇടമില്ല. വലിയ മതിൽക്കെട്ടിനകത്തുള്ള 3 കെട്ടിടങ്ങളിൽ മുകളിലും താഴെയുമുള്ള മുറികളിലെല്ലാം വിദ്യാർത്ഥികളും ക്ലാർക്കന്മാരുമാണ്. വീട്ടുടമസ്ഥന് വേണ്ടാത്തതായ ഒരൊറ്റ ആൾ ഞാൻ മാത്രം. എന്നോടുള്ള ഇഷ്ടക്കുറവിന് കാരണം ശരിക്ക് വാടക കൊടുക്കാത്തത് തന്നെ. എന്നോട് ഇഷ്ടമില്ലാത്തതായി വേറെ 2 കൂട്ടരുണ്ട്, ഹോട്ടൽകാരനും ഗവൺമെൻറ്റും. ഹോട്ടൽകാരനാണെങ്കിൽ ഞാൻ കുറച്ച് പണം കൊടുക്കാനുണ്ട്. സർക്കാരിന് ഒന്നുമില്ല, എങ്കിലും എന്നെ കണ്ടുകൂടാ. അങ്ങനെ താമസം, ആഹാരം, നാട് 3മായി. ഇനി എൻ്റെ വസ്ത്രങ്ങളുടെയും ഷൂസിൻ്റെയും വിളക്കിൻ്റെയും കാര്യമുണ്ട്. സംഗതികളെല്ലാം എഴുതുന്നതിന് മുമ്പ് ഒന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പാതിരാത്രി കഴിഞ്ഞിട്ടുണ്ട്. കടലാസും പേനയുമായി എൻ്റെ മുറിയിൽ നിന്നിറങ്ങി വളരെ സമയമായി. ഈ പട്ടണത്തിൽ ചുറ്റി നടക്കുകയായിരുന്നു. വേറെ വിശേഷത്തിനൊന്നുമല്ല. ഈയൊരു ദിവസത്തെ ഡയറി ആദ്യം മുതൽ അവസാനം വരെ എഴുതണം. സാമാന്യം ഭേദപ്പെട്ട ചെറുകഥയ്ക്കുള്ള സാധ്യതകൾ ഇതിലുണ്ട്. പക്ഷേ എൻ്റെ മുറിയിലെ വിളക്കിൽ എണ്ണയില്ല. എഴുതുവാൻ വളരെയുണ്ട് താനും. അതുകൊണ്ടാണ് കിടക്കപ്പായിൽ നിന്ന് എണീറ്റ് വന്ന് ഈ കായലോരത്തെ ഏകാന്തമായ വിളക്കുകാലിൽ ചാരിയിരുന്ന് സംഗതികളുടെ ചൂടാറും മുമ്പ് എഴുതാൻ തുടങ്ങുന്നത്. പെയ്യുവാൻ പോകുന്ന കാർമേഘങ്ങൾ പോലെ ഈ ദിവസത്തെ സംഭവങ്ങളെല്ലാം എൻ്റെ അന്തരംഗം പൊട്ടുമാറ് തിങ്ങി വിങ്ങി നിൽക്കുന്നു. അസാധാരണമായി ഒന്നുമില്ല. പക്ഷേ എൻ്റെ ജന്മദിനം. ഞാൻ സ്വദേശത്തിൽ നിന്നെല്ലാം വളരെ ദൂരെ അന്യനാട്ടിൽ. കയ്യിൽ കാശില്ല, കടം കിട്ടാൻ വഴിയില്ല, ഉടുത്തിരിക്കുന്നതും മറ്റും പല സുഹൃത്തുക്കളുടേത്. ഒന്നും എൻ്റേതെന്ന് പറയാനില്ല. ഈ നിലയിലുള്ള ജന്മദിനത്തിൻ്റെ അനേകം പുനരാവർത്തനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്യു ആശംസിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അകക്കാമ്പ് ലേശം വേദനിച്ചു. ഞാൻ ഓർക്കുകയാണ്. മണി 7. ഞാൻ ചാരുകസേരയിൽ കിടന്നുകൊണ്ടോർത്തു, ഈ ദിനമെങ്കിലും കളങ്കമില്ലാതെ സൂക്ഷിക്കണം. ആരോടും ഇന്ന് കടം വാങ്ങാൻ പാടില്ല. ഒരു കുഴപ്പവും ഇന്നുണ്ടാവരുത്. ഈ ദിവസം മംഗളകരമായി തന്നെ പര്യവസാനിക്കണം. കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളുടെ വെള്ളയും കറുപ്പുമായ ചങ്ങല വളയങ്ങളിൽ ഞാൻ കാണുന്ന ആ 100 ഞാനായിരിക്കരുത് ഇന്നത്തെ ഞാൻ. ഇന്നെനിക്ക് എത്ര വയസ്സ് കാണും? കഴിഞ്ഞ കൊല്ലത്തേക്കാൾ 1 കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തിൽ 26, അല്ല 32, അതോ 47? എൻ്റെ മനസ്സിന് വല്ലാത്ത വിഷമം. ഞാൻ എണീറ്റ് ചെന്ന് കണ്ണാടി എടുത്ത് നോക്കി. തരക്കേടില്ല. സാമാന്യം ഭേദപ്പെട്ട മുഖം, നല്ല വീതിയും മുഴുപ്പുമുള്ള നെറ്റി, അനക്കമില്ലാത്ത കണ്ണുകൾ, വളഞ്ഞ വാൾ പോലത്തെ നേരിയ മീശ. ആകപ്പാടെ മോശമില്ല എന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ട് എൻ്റെ ഹൃദയം കഠിനമായി വേദനിച്ചു.
ഒരു നരച്ച മുടി, എൻ്റെ ചെവിയുടെ മുകൾ ഭാഗത്തായി കറുത്ത മുടിയുടെ ഇടയ്ക്ക് ഒരു വെള്ളരേഖ. ഞാനത് വളരെ പണിപ്പെട്ട് പറിച്ചു കളഞ്ഞു. എന്നിട്ട് തല തടവിക്കൊണ്ടിരുന്നു. പിൻഭാഗത്ത് നല്ല മിനുസം, കഷണ്ടിയാണ്. ഞാനത് തടവിക്കൊണ്ടിരിക്കുമ്പോൾ തലവേദനയുടെ നേരിയ ലാഞ്ചന. ചൂട് ചായ കുടിക്കാഞ്ഞിട്ടായിരിക്കുമോ? മണി 9. എന്നെ കണ്ടപ്പോൾ ദുർമുഖത്തോടെ ഹോട്ടൽക്കാരൻ ഉള്ളിലേക്ക് വലിഞ്ഞു. ചായ കൂട്ടുന്ന വൃത്തികെട്ട പയ്യൻ കുടിശ്ശിക നോക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഓ, അത് നാളെ തന്നേക്കാം. അവന് വിശ്വാസമായില്ല. നിങ്ങൾ ഇന്നലെയും പറഞ്ഞ് ഇന്ന് കിട്ടുമെന്നല്ലേ വിചാരിച്ചത്? പഴയ കാശ് തരാണ്ട് നിങ്ങൾക്ക് ചായ തരണ്ടാന്ന് പറഞ്ഞ്. ഓ. 10 മണി. ചുണ്ടുണങ്ങി, വായിൽ വെള്ളമില്ല. നല്ല ഉച്ചസമയത്തെ ചൂട്. ക്ഷീണത്തിൻ്റെ മഹാഭാരം എന്നിൽ അമരുകയാണ്. അപ്പോൾ പുതിയ മെതിയടി വിൽക്കാനായി വെളുത്തുമെലിഞ്ഞ് 8-10 വയസ്സായ 2 ക്രിസ്ത്യാനി പയ്യന്മാർ എൻ്റെ മുറിവാതിൽക്കൽ വന്നു. ഞാൻ 2 മെതിയടി വാങ്ങിക്കണം. ജോഡിക്ക് 3 അണിയേ വിലയുള്ളൂ. 3 അണ. വേണ്ട കുഞ്ഞുങ്ങളെ. എന്നാലും സാറിനെ പോലുള്ളവർ വാങ്ങിയില്ലെങ്കിൽ പിന്നെ ആര് വാങ്ങണേ? കുഞ്ഞുങ്ങളെ, എനിക്ക് വേണ്ട, കാശില്ല. ഓ. അവിശ്വാസം സ്ഫുരിക്കുന്ന കൊച്ചുമുഖങ്ങൾ, ഒന്നിൻ്റെയും ഉള്ളറിയാൻ കഴിയാത്ത ശുദ്ധഹൃദയങ്ങൾ. ഈ വേഷവും ചാരുകസേരയിലെ എൻ്റെ ഈ കിടപ്പും ഞാൻ ഒരു സാറാണത്രേ. ചാരുകസേരയും ഷർട്ടും മുണ്ടും ഷൂസും ഒന്നും എൻ്റേതല്ല കുഞ്ഞുങ്ങളെ. എനിക്ക് യാതൊന്നും ഈ ലോകത്തിൽ സ്വന്തമായില്ല. നഗ്നനായ ഞാനും എൻ്റേതാണോ? ഭാരതത്തിൻ്റെ ഓരോ പട്ടണങ്ങളിലും എത്രയെത്ര കൊല്ലം അലഞ്ഞു നടന്ന് എത്രയെത്ര ജാതിയായി എവിടെയെല്ലാം ഞാൻ താമസിച്ചു. ആരുടെയൊക്കെ ആഹാരമാണ് ഞാൻ. എൻ്റെ രക്തവും എൻ്റെ മാംസവും എൻ്റെ അസ്ഥിയും ഭാരതത്തിൻ്റേത്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും കറാച്ചി മുതൽ കൽക്കട്ട വരെയും അങ്ങനെ ഭാരതത്തിൻ്റെ മിക്ക ഭാഗത്തും എനിക്ക് സുഹൃത്തുക്കളുണ്ട്. പെണ്ണും ആണുമായ ഓരോ സുഹൃത്തിനെയും ഞാനിന്ന് സ്മരിക്കുന്നു. സ്മരണ ഓരോരുത്തരെയും തഴുകിക്കൊണ്ട് എൻ്റെ സ്നേഹം അങ്ങനെ പരക്കട്ടെ. ഭാരതം കവിഞ്ഞും ഭൂഗോളം കവിഞ്ഞും സുഗന്ധത്തിൽ മുഴുകിയ നറുപൂനീലാവ് പോലെ സ്നേഹം. എന്നെ അറിഞ്ഞു സ്നേഹിക്കുന്നവർ വല്ലവരുമുണ്ടോ? അറിയുക. എനിക്ക് തോന്നുന്നു നിഗൂഢതയുടെ ആ മറനീക്കലിലാണെന്ന്. കുറവുകളും ബലഹീനതകളും കഴിച്ചാൽ പിന്നെന്താണ് ബാക്കി? ആകർഷകമായി എന്തെങ്കിലും വേണം, സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും. ഹോ, കാലം എത്ര ത്വരിതമായി ഗമിക്കുന്നു. പിതാവിൻ്റെ ചൂണ്ടുവിരലിൽ എത്തിപ്പിടിച്ച് കൊഞ്ചിക്കളിച്ചു നടന്ന ഞാൻ, ഉമ്മ വിശക്കുന്നു എന്ന് അമ്മയുടെ പുടവത്തുമ്പിൽ തൂങ്ങിക്കേണ ഞാൻ ഇന്ന്, ഹോ, കാലത്തിൻ്റെ ഈ ഉഗ്രമായ പരക്കം പാച്ചിൽ. ആദർശങ്ങളുടെ എത്രയെത്ര ബോംബുകൾ എൻ്റെ അന്തരംഗത്തിൽ വീണ് പൊട്ടിത്തെറിച്ചു. ഭീകരമായ പടക്കങ്ങളാണ് എൻ്റെ ഹൃദയം. ഇന്ന് ഞാൻ ആരാണ്? വിപ്ലവകാരി, രാജ്യദ്രോഹി, ദൈവദ്രോഹി, കമ്മ്യൂണിസ്റ്റ്, പിന്നെയും എന്തൊക്കെയോ ആണ് ഞാൻ. വാസ്തവത്തിൽ ഇത് വല്ലതുമാണോ ഞാൻ? ഹാവ്, എന്തൊരു വല്ലായ്മ! ദൈവമേ, തലയ്ക്കകത്തിരുന്ന് ചുളുചുളാ കുത്തുന്നു. ചായ കുടിക്കാഞ്ഞിട്ടായിരിക്കുമോ? തല നേരെ നിൽക്കുന്നില്ല. പോയി ഊണ് കഴിക്കുക തന്നെ. തലവേദനയോടുകൂടി 1 മൈൽ നടക്കണം. എങ്കിലും വയർ നിറയെ ഇന്ന് ഒന്നുണ്ണാമല്ലോ. മണി 11. ഹമീദ് കടയിലില്ല. വീട്ടിലായിരിക്കുമോ? എന്നെയും കൊണ്ട് പോവുകയായിരുന്നു യോഗ്യത. ഒരുപക്ഷെ അദ്ദേഹം മറന്നുപോയിരിക്കാം. വീട്ടിലേക്ക് ചെന്നാലോ? ശരി. മണി 11:30. ഹമീദിൻ്റെ മാളിക വീട്ടിലേക്കുള്ള തകരവാതിൽ അടച്ചിരുന്നു. ഞാൻ അതിൽ മുട്ടി. മിസ്റ്റർ ഹമീദ്. ഉത്തരമില്ല. മിസ്റ്റർ ഹമീദ്. കോപിഷ്ഠയായ ഒരു സ്ത്രീയുടെ ഗർജനം. ഇവിടില്ല. എവിടെ പോയി? നിശബ്ദത. പിന്നെയും ഞാൻ കതകിൽ മുട്ടി. മനസ്സ് വല്ലാതെ ക്ഷീണിച്ചു. ഞാൻ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു. അപ്പോൾ ആരോ അടുത്തു വരുന്നൊരു കാലച്ച, ഒരു വളകിലുക്കവും. വാതിൽ അല്പം തുറന്ന് ഒരു യുവതി. ഞാൻ ചോദിച്ചു, ഹമീദ് എവിടെ പോയി? അത്യാവശ്യമായി ഒരിടത്ത് പോയി. വളരെ സൗമ്യതയോടെയാണ്. എപ്പോൾ വരും? സന്ധ്യ കഴിഞ്ഞ്. സന്ധ്യ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ വന്നു തിരക്കി എന്ന് പറയണം. ആരാണ്? ഞാൻ ആരാണ്? ഞാൻ ആരുമല്ല. ഒന്നും പറയണമെന്നില്ല. ഞാൻ തിരിഞ്ഞു നടന്നു. പൊള്ളുന്ന കുഴഞ്ഞ പഞ്ചാരമണ്ണ്. അത് കഴിഞ്ഞ് കണ്ണാടിച്ചില്ല് പോലെ വെട്ടിത്തിളങ്ങുന്ന കായൽപ്പരപ്പ്. കണ്ണും തലയും ഇരുട്ടിച്ചു പോയി. വല്ലാത്ത വിഷമം. അസ്ഥികൾ വേവുന്നു. ദാഹം, വിശപ്പ്, ആർത്തി. ലോകം വിഴുങ്ങുവാൻ ആർത്തി. കിട്ടാൻ വഴിയില്ല എന്ന ധാരണയാണ് ഇത്രയും മൂർച്ച കൂട്ടുന്നത്. കിട്ടാൻ വഴിയില്ല എന്ന ധാരണയോടെ എണ്ണമില്ലാതെ രാപ്പകലുകൾ എൻ്റെ മുന്നിൽ. ഞാൻ തളർന്നു വീണു പോയേക്കുമോ? തളരാൻ പാടില്ല. നടക്കുക, നടക്കുക.
മണി 12:30. പരിചയക്കാരെല്ലാം കണ്ടഭാവം നടിക്കാതെ കടന്നു പോകുന്നു. സഖാക്കളെ, ഇന്നെൻ്റെ ജന്മദിനമാണ്, എനിക്ക് മംഗളം ആശംസിച്ചിട്ട് പോകുവിൻ എന്ന് എൻ്റെ ഹൃദയം മന്ത്രിച്ചു. നിഴൽപ്പാടുകൾ എന്നെ മറികടന്നു പോയി. സുഹൃത്തുക്കൾ എന്താണ് എന്നെ കണ്ടിട്ട് മിണ്ടാത്തത്? അത് ശരി, എൻ്റെ പുറകെ ഒരു CID. മണി 1. പണ്ട് പത്രാധിപരും ഇപ്പോൾ കച്ചവടക്കാരനുമായ BP-യുടെ അടുത്ത് ഞാൻ ചെന്നു. കണ്ണ് കാണുന്നില്ല, പാരവശ്യം. പി ചോദിച്ചു, വിപ്ലവമൊക്കെ എത്രടായി? ഞാൻ പറഞ്ഞു, അടുത്തു വന്നു കഴിഞ്ഞു. എവിടുന്നാ? കണ്ടിട്ട് കുറേ ആയല്ലോ. ആ, വിശേഷിച്ച്? ഓ, ഒന്നുമില്ല, വെറുതെ. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു കസേരയിലിരുന്നു. എൻ്റെ ലേഖനങ്ങൾ പലതും അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ മഹത്വം കാണിക്കാൻ പഴയ പത്രങ്ങൾ ബൈൻഡ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതെടുത്ത് തലകറങ്ങലോടെ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. എനിക്കൊരു ചൂട് ചായ വേണം. ഞാൻ വളരെ അവശനായിരിക്കുന്നു എന്നെൻ്റെ ഹൃദയം ദ്രുതമായി ഇടിച്ചുകൊണ്ടിരുന്നു. പി എന്തുകൊണ്ട് എന്നോടൊന്നും ചോദിക്കുന്നില്ല? അദ്ദേഹം എൻ്റെ ക്ഷീണം കാണുന്നില്ലേ? അദ്ദേഹം പണപ്പെട്ടിയുടെ അടുത്ത് ഗാംഭീര്യത്തോടെ ഇരിക്കുന്നു. ഞാൻ മൂകനായി തെരുവിലേക്ക് നോക്കി. കാനയിൽ കിടന്ന ഒരു കഷ്ണം ദോശയ്ക്ക് 2 തെണ്ടിപ്പിള്ളാർ വഴക്കിടുന്നു. ഒരു ചൂട് ചായ. മൂകമായി എൻ്റെ സർവവും കേണു. പി പെട്ടി തുറന്നു. ഉറുപ്പികയുടെയും ചില്ലറയുടെയും ഇടയിൽ നിന്ന് അദ്ദേഹം ഒരണ എടുത്ത് ഒരു പയ്യൻ്റെ പക്കൽ കൊടുത്തുവിട്ടു. ചായ കൊണ്ടുവാടാ. പയ്യൻ ഓടി. എൻ്റെ ഹൃദയം തണുത്തു. എത്ര നല്ല മനുഷ്യൻ. പയ്യൻ കൊണ്ടുവന്ന ചായ പി വാങ്ങിച്ചിട്ട് എൻ്റെ നേരെ തിരിഞ്ഞു. നിങ്ങൾക്ക് ചായ വേണോ? ഞാൻ പറഞ്ഞു, വേണ്ട. എന്നിട്ട് ഷൂസിൻ്റെ ലേസ് മുറുക്കാനെന്ന നാട്യത്തിൽ കുനിഞ്ഞു. എൻ്റെ മുഖം അയാൾ കാണും, എൻ്റെ മനക്ഷോഭം അയാൾ അറിയും. പി പരിഭവപ്പെട്ടു. നിങ്ങളുടെ പുസ്തകങ്ങളൊന്നും എനിക്ക് തന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, തരാം. അതിനെയൊക്കെ പറ്റിയുള്ള പത്രാഭിപ്രായങ്ങൾ ഞാൻ വായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നല്ലത്. എന്നിട്ട് ഒന്ന് മന്ദഹസിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഹൃദയത്തിൽ വെളിച്ചമില്ലാതെ മുഖമെങ്ങനെ മന്ദഹസിക്കും? ഞാൻ യാത്ര പറഞ്ഞ് എണീറ്റ് തെരുവിലിറങ്ങി നടന്നു.